എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പയറിൻ്റെ ഇല കൊണ്ട് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. എല്ലാവരും വയ്ക്കാറുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇലക്കറികളൊക്കെ ഇങ്ങനെ തോരനൊക്കെ വെച്ച് കഴിക്കണത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. പയറിൻ്റെ ഇല നല്ലതാണ്. മത്തയുടെ ഇല, കുമ്പളത്തിൻ്റെ ഇല, അങ്ങനെയുള്ള നമ്മുടെ പറമ്പിലുണ്ടാവുന്ന ഇലകളാവുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല കാൽഷ്യം, നല്ല ഇതൊക്കെ കിട്ടണതാണിത്. വിഷമൊന്നും തളിക്കാണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണതാണ് അല്ലല്ലോ. നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് കഴിക്കാം. ഒരു ദോഷവും വരില്ല കഴിക്കണത്. അപ്പോൾ ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. ആദ്യം ഇലയൊക്കെ നന്നായി കഴുകി വെച്ചേക്കണതാണ് കേട്ടോ. നമ്മളിങ്ങനെ തോരൻ വെക്കാനായിട്ട് മാത്രം പയറുണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ പയറിങ്ങനെ പാവിയിടും. പയർ നടാറുണ്ട്, ഇല പൊട്ടിച്ച് തോരൻ വയ്ക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ കുറച്ച് ഇല കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് ചെറുതാക്കി അടക്കി പിടിച്ചൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ആദ്യം. ഏതെങ്കിലും വിധത്തിലുള്ള ഇലക്കറികൾ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അത്. ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ എല്ലാം. അപ്പോൾ ഇതാ അരിഞ്ഞെടുത്തു കേട്ടോ, എല്ലാ ഇലയും അരിഞ്ഞെടുത്തു. ഇനി നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ഗ്യാസുമ്മ വയ്ക്കാം കേട്ടോ. ഒരു ചീഞ്ചട്ടി ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം. കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് അരിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. ഒരു 2 ടീസ്പൂൺ അരി. അതൊന്ന് ബ്രൗൺ നിറായി മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം. അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് അരി ഇട്ട് കൊടുക്കണേ. മുളകൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് അരിഞ്ഞതാണ് കേട്ടോ അത്. അതൊന്ന് ബ്രൗൺ നിറായി വരണ വരെ ഇളക്കി കൊണ്ട് നിൽക്കുക ഉള്ളി. ഇപ്പം ബ്രൗൺ നിറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയിട്ട് കൊടുക്കാം. അത് ഒരു 2 മിനിറ്റ് നേരം ഇളക്കി കൊണ്ട് നിൽക്കുക കേട്ടോ, അടികരിയാണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അളവൊന്നും ഞാൻ കാരണം ശരിക്കും പറയണില്ല. ഞാനിട്ട് കൊടുത്ത കണക്കാണ് പറയണേ. ഇല കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടുക, കുറവാണെങ്കിൽ അങ്ങനെ. തേങ്ങയൊന്ന് ബ്രൗൺ നിറായി വരണ വരെ ഇളക്കി കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പം ബ്രൗൺ നിറായി. ഇനി നമുക്ക്
അരിഞ്ഞ് വെച്ചാണ് ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, പയറിൻ്റെ ഇല. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം, അത് വേവാനായിട്ട്. പയറിൻ്റെ ഇല ഇത്തിരി വേവുള്ളതാണ്, അത് കാരണം ഒരു 1/4 ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് നേരം ഗ്യാസ് സിമ്മിൽ കത്തിച്ചൊന്ന് അടച്ചു വെക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, അടി പിടിക്കണ്ടോന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നതാണ് കേട്ടോ. അതിനിടയ്ക്ക് ഇളക്കി ഇട്ടു. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായി ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ തോരൻ ചോറിൻ്റെ ഒപ്പമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫൈബറൊക്കെ നന്നായി ഉള്ള കാരണം നമ്മുടെ കുടലിനൊക്കെ നല്ല ആരോഗ്യം കിട്ടും ഇങ്ങനത്തെ ഇലക്കറികളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഗ്യാസ് ഓഫാക്കി വയ്ക്കാം കേട്ടോ. നന്നായി വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി, ഗ്യാസ് ഓഫാക്കി വെച്ചു കേട്ടോ. അപ്പോൾ പയറിൻ്റെ എല്ലാം തോരൻ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ പയറിൻ്റെ ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ ഈ കർക്കിടക മാസമൊക്കെ ആവാറായി തുടങ്ങി. കർക്കിടക മാസത്തിൽ ഈ ഇലക്കറികളൊക്കെ കഴിക്കുന്നത് സൂപ്പറാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.